സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ യേശു കർത്താവ് ഉൾപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും സ്വർഗത്തിലുള്ളത് ഞങ്ങളുടെ പിതാവാണ്. നിങ്ങൾ ദൈവത്തെ കാണേണ്ടത്, നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അപ്പായായിട്ടാണ്, നിങ്ങളുടെ അപ്പനായിട്ടാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പലരും ദൈവത്തെ കാണുന്നത് ഭയങ്കര ഭയത്തോടെയാണ്. ഈ ലോകത്തിലെ അപ്പന്മാരുമായിട്ട് പലപ്പോഴും സ്വർഗത്തിലെ അപ്പനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികമായി കൊടുക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഭൂമിയിലെ നിങ്ങളെ ജനിപ്പിച്ച നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് തരാതെ പോയതും, ഈ ഭൂമിയിൽ ജനിപ്പിച്ച നിങ്ങളുടെ അപ്പനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതെ പോയ സ്നേഹവും, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാത്ത സ്നേഹവും, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട മുഴുവൻ സ്നേഹവും മുഴുവൻ നന്മയും പലിശ സഹിതം തിരിച്ചു തരുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് മുകളിലുണ്ട്. ആ സ്നേഹത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം. ദൈവത്തെ അങ്ങനെ കാണണം. രണ്ട്, ആ അടുത്ത വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പറയണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ആഗ്രഹം നിങ്ങളുടെ ഭൂമിയിലെ വീട് സ്വർഗീയമായി മാറണം. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ഒരു വ്യക്തിയിൽ വരുന്നത്. ഒന്ന്, നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീട് ഒരു സ്വർഗമാക്കാൻ. രണ്ട്, നിങ്ങളുടെ മരണാനന്തരം സ്വർഗം നിങ്ങളുടെ വീടാക്കാൻ. സ്വർഗം നിങ്ങളുടെ വീടാകാനും നിങ്ങളുടെ ഈ ഭൂമിയിലെ വീട് ഒരു സ്വർഗമാകാനുമാണ് യേശു നിങ്ങളിൽ വന്നത്.